UDFന് സ്വീകാര്യത കുറയുന്നതായി കോൺഗ്രസ് നേതൃത്വം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ലഭിച്ച സ്വീകാര്യതയിൽ ഇടിവുണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പിക്കാനാകില്ലെന്നുമാണ് നേതാക്കൾ പറയുന്നത്. രാഹുലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി മുഖം രക്ഷിക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. വിനീഷ് ചേരുന്നു. വിനീഷ്, വൈകി ഉദിച്ച വിവേകമാണോ അതോ യാഥാർത്ഥ്യം ഇപ്പോഴാണോ കോൺഗ്രസ് നേതൃത്വത്തിന് മനസ്സിലാകുന്നത്? ഈ വിഷയത്തിൽ ഇപ്പോഴുമുള്ളത്. പക്ഷേ ഒരു തട്ടിലുള്ളവർ ഈ ഒരു സസ്പെൻഷൻ നടപടികൾ ഒതുക്കിയാൽ പോരാ, അത് രാജിയിലേക്ക് കടക്കണം എന്ന ആവശ്യം തന്നെയാണ് പൂർണ്ണമായും ചില മുതിർന്ന കോൺഗ്രസിലെ നേതാക്കൾ ഉയർത്തുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ രാഹുൽ വിഷയത്തിൽ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് കോൺഗ്രസ് കടന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ സംസ്ഥാനത്താകെ കോൺഗ്രസിന്റെ പ്രതിച്ഛായയെ അത് പ്രതികൂലമായി ബാധിച്ചു എന്ന വിലയിരുത്തലും കോൺഗ്രസിന്റെ നേതാക്കൾക്കിടയിലുണ്ട്. പക്ഷേ ഇപ്പോൾ ഷാഫി പറമ്പിൽ പക്ഷം മാത്രമാണ് നിലവിലെ സാഹചര്യത്തിൽ രാഹുലുമായി ഫോണിലെങ്കിലും സംസാരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഒരു വിനീഷ്, കേൾക്കാമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ആദ്യം സ്വീകരിച്ച്, അത് കഴിഞ്ഞ് ചെറിയ നടപടിയിൽ ഒതുക്കാൻ നോക്കി. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ സംശയങ്ങൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് നേതൃത്വം വഴങ്ങി. ഏറ്റവും ഒടുവിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. MLA സ്ഥാനം രാജിവെക്കേണ്ട എന്നുള്ള വിചിത്ര വാദവുമായി രംഗത്തെത്തി. അപ്പോൾ തന്നെ പാലക്കാട്ടൊരു ചോദ്യമുയർന്നു, പാർട്ടിക്ക് വേണ്ട, പക്ഷേ പാലക്കാട്ടുകാർ ചുമന്നോളൂ. ഈ നിലപാട് അല്ലേ ഇപ്പോൾ പാർട്ടി വല്ലാത്ത അവസ്ഥയിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും അക്കാര്യത്തിൽ സംശയമില്ല. കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് MLA സ്ഥാനം തുടരുമ്പോൾ പാലക്കാടുകാർ ചുമന്നോട്ടെ എന്ന ഒരു നിലപാട് തന്നെയാണ് കോൺഗ്രസിനുള്ളത്. പക്ഷേ ഇപ്പോൾ പ്രധാനമായും മറ്റൊരു കാര്യം സൂചിപ്പിക്കേണ്ടത്, നിലവിൽ ഈ ഒരു സസ്പെൻഷൻ നടപടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യങ്ങൾ സംഘടനാ തലത്തിൽ ഒതുങ്ങിയാൽ പോരാ, അത് രാജിയിലേക്ക് കടക്കണമെന്ന ഒരു നിർദ്ദേശമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ ചർച്ചയാക്കിയെടുക്കുന്നുണ്ട്. കാരണം രാഹുൽ വിഷയം കോൺഗ്രസിന് സംസ്ഥാന വ്യാപകമായി തന്നെ കോൺഗ്രസ് സംഘടനാ തലത്തിലും ഒപ്പം തന്നെ പ്രതിച്ഛായയ്ക്കും വലിയ തോതിലുള്ള മങ്ങലേൽപ്പിച്ചു എന്ന വിലയിരുത്തലുണ്ട്. അതേസമയം തന്നെ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം എടുത്തു പറയേണ്ടത്, നിലമ്പൂർ ഇലക്ഷന് ശേഷം കോൺഗ്രസിന് വലിയ രീതിയിൽ, പ്രത്യേകിച്ച് പിണറായി സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ജനവികാരം ഉണ്ടായിരുന്നു. ആ ജനവികാരത്തിനെ മങ്ങലേൽപ്പിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസിനുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഉയർന്നു വന്നപ്പോൾ അത് പ്രതിച്ഛായയെ പ്രതികൂലമായി ബാധിച്ചു എന്ന് തന്നെയാണ് നേതാക്കൾ വിലയിരുത്തുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഈ ഒരു സസ്പെൻഷൻ നടപടിയിൽ കാര്യങ്ങൾ ഒതുങ്ങിയാൽ പോരാ, കൂടുതൽ നടപടികളിലേക്ക് ഒതുങ്ങണം. പ്രത്യേകിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം, അല്ലെങ്കിൽ രാഹുലിൻ്റെ കാര്യത്തിൽ നടപടിയിലേക്ക് എത്തണം എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ ഇപ്പോഴും ആവശ്യം ഉന്നയിക്കുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കോൺഗ്രസിൻ്റെ ഒരു സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന ഒരു നിലപാടിലേക്ക് കോൺഗ്രസിൻ്റെ ചില നേതാക്കളെങ്കിലും എത്തുന്നു. ഒപ്പം തന്നെ ഈ ഇരകൾ കൂടുതൽ പരാതികളുമായി പോലീസിൽ പരാതി നൽകി കഴിഞ്ഞാൽ അത് കോൺഗ്രസ്... ശരി വിനീഷ്, അങ്ങ് പറഞ്ഞ് പൂർത്തിയാക്കാൻ ശ്രമിച്ചത് എനിക്ക് മനസ്സിലായി. കൂടുതൽ ഇരകൾ രംഗത്ത് വരും എന്നുള്ളൊരു ഭീതിയുണ്ട്. അതുപോലെ തന്നെ ഇരകൾ ഇതുവരെ നേരിട്ട് പോലീസിൽ പരാതിപ്പെട്ടിട്ടില്ല. അത്തരം നടപടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തരത്തിലും പിടിച്ചു നിൽക്കാനാവില്ല എന്നുള്ള ഭയം, ആശങ്കയാണ് നേതൃത്വത്തിനെ അലട്ടുന്നത്. അല്ലാതെ ധാർമ്മിക മൂല്യം ഉയർത്തിപ്പിടിക്കുക, അതല്ലെങ്കിൽ പൊതുപ്രവർത്തനത്തിലെ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതൊന്നുമല്ല.